في فطانا والصدق والتبليغ والأمانة. ഈ പറയുന്ന അമ്പിയാക്കൾക്ക് മനുഷ്യന്മാരുടെ ഇടയിൽ അയ്ബുള്ള ഒരു രോഗവും ഉണ്ടാകാൻ പാടില്ല. അപ്പോ അമ്പിയാക്കന്മാര് കാല് തടിച്ച പെരുങ്കാലുള്ളവരോ മണി തടിച്ചവരോ അതൊന്നും ആകാൻ പാടില്ല. അങ്ങനെ അല്ലാന്ന് മൂസാ നബിയെ സംബന്ധിച്ച് പറഞ്ഞാലോ ഈ ഖൗമുട്ട് വിശ്വസിക്കുകയുമില്ല. എല്ലാ സ്ഥലത്തും അങ്ങനെ. അപ്പോ മൂസാ നബി അലൈഹിസ്സലാം ഒരു വസ്ത്രം ഉടുത്ത്, കുളിക്കുന്ന സമയത്തുള്ള വസ്ത്രം ഉടുത്ത്, സാധാരണ ഉടുക്കുന്ന വസ്ത്രം കഴിച്ച് കുളിമുറിന്റെ പുറത്ത് വെച്ച് അങ്ങനെ കുളിച്ച് വെള്ളം ശരീരത്തിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് നനഞ്ഞ് ആ നനഞ്ഞ വസ്ത്രത്തോടുകൂടി മൂസാ നബി അലൈഹിസ്സലാം റൂമിന്റെ പുറത്തേക്ക് കടന്നിട്ട് ഈ ഉടുക്കുന്ന ശരിയായ തുണി എടുക്കാൻ വേണ്ടി അങ്ങ് തിരിഞ്ഞപ്പോ ആ തുണി ഒരു കല്ലിന്റെ മുകളിലായിരുന്നു വെച്ചത്. ആ കല്ല് തുണിയും കൊണ്ടങ്ങോടി. ഓടിയപ്പോ മൂസാ നബി സൗബി ഹജർ സൗബി ഹജർ, കല്ല് എന്റെ തുണി കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഈ കല്ലിന്റെ പിന്നാലെ ഓടി. കല്ല് എവിടെയാണ് ഓടി നിൽക്കുന്നത്? ഈ യഹൂദികൾ നിൽക്കുന്ന ബനൂ ഇസ്രായേലിന്റെ തലവന്മാര് മൂസാ നബിന്റെ ഈ അയ്ബ് പറഞ്ഞു നടക്കുന്ന ഇക്കൂട്ടരിയിരിക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് കല്ല് നിൽക്കുന്നത്. അപ്പോ അതാ മൂസ വരുന്നു. മൂസ നനഞ്ഞൊരു മുണ്ടാണ് കൊടുത്തത്. ആ മുണ്ടെടുത്തപ്പോ ഒട്ടി നിൽക്കുമ്പോ കാണാമല്ലോ വലിപ്പമുണ്ടോ അല്ലെങ്കിൽ വെള്ളമുണ്ടോ തടിച്ചിട്ടുണ്ടോ രോഗമുണ്ടോ എന്നൊക്കെ അറിയാമല്ലോ. ഇവരെല്ലാവരും കണ്ടു നോക്കുമ്പോ മൂസനെ പറ്റി നിങ്ങളെ പറയുന്നത് ശരിയല്ല എന്ന് അവിടെയുള്ള സദസ്സിലുള്ള ആളുകൾ പറഞ്ഞ് അല്ലാഹു തആല പറയുന്നു, ഫബറഅഹുല്ലാഹു മിമ്മാ ഖാലൂ, അവർ ആക്ഷേപിച്ച ആക്ഷേപത്തെ തൊട്ട് മൂസാ നബിയെ അല്ലാഹു ഒഴിവാക്കി, അല്ലാഹു പരിശുദ്ധരാക്കി. മൂസാ നബി ദേഷ്യം പിടിച്ചിട്ട് അവിടുത്തെ കയ്യിലുള്ള വടി കൊണ്ട് ഒരൊറ്റ അടി ആ കല്ലിനങ്ങ് കൊടുത്തപ്പോ 12 കഷ്ണമായിട്ട് കല്ല് പൊട്ടിത്തെറിച്ചു. ആ കല്ലാണ് ഓടുന്നത്. അവതാരം മുഴുസത്ത് കൊണ്ട് ഓടിക്കുക. എന്താ മുഴുസത്ത്? നബിമാരിങ്ങനെ അയ്ബുള്ളവരാകാൻ പാടില്ല എന്ന് ലോകത്തിന് പഠിക്കണ്ടേ, അതിനു വേണ്ടിയാ. പക്ഷെ മൂസാ നബി തുണി കൊടുത്തിട്ടുണ്ട്. മൂസാ നബി നനഞ്ഞ തുണിയാണ് കൊടുത്തത്. അപ്പൊ ആ സമയത്ത് അവർക്ക് ഈ അയ്ബ് ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം എന്തെല്ലാമാണ് ചെയ്തത്. അവസാനം പിന്നെ അവര് കണ്ട അടവ് വ്യഭിചാരിയായ പെണ്ണിനെ കൊണ്ട് വ്യഭിചാരാരോപണം പറയിച്ചതാണ്. ആ പെണ്ണിനും കൂട്ട് വിളിച്ചിട്ട് കുട്ടിയോട് പുറത്തേക്ക് വരാൻ പറയുന്നു മൂസാ നബി. വന്നിട്ട് ഉടനെ തന്നെ തൊട്ടിലിൽ നിന്ന് ജനിച്ച ഉടനെ തന്നെ കുട്ടി സംസാരിക്കുന്നു, ഓ മൂസ, നീ എന്റെ പിതാവല്ല. എന്റെ ഉമ്മ ഇന്ന സമയത്ത് ആട്ടിനെ മേക്കാൻ പോയപ്പോ ഒരാട്ടിടയൻ എന്റെ ഉമ്മനെ വ്യഭിചരിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി അത് സംസാരിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം അവിടെയും രക്ഷപ്പെട്ടു. അവര് പറഞ്ഞ കുറ്റങ്ങളെ തൊട്ട് അല്ലാഹു തആല മൂസാ നബിയെ ഒഴിവാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം പിന്നെ ഉണ്ടായത് എന്താണെന്നറിയോ? ആ കാലത്ത് ഏറ്റവും വലിയ പ്രാർത്ഥനക്കുത്തം കിട്ടുന്ന ആളാണെന്നറിയപ്പെട്ട ബൽആം എന്ന ഒരാളുണ്ട്. ആ മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് ദ്വാരക്കാൻ പറഞ്ഞു, മൂസനെ ഇനി ഇന്ന് വെക്കാൻ നിവർത്തില്ല, നശിപ്പിക്കണമെങ്കിൽ നീ ഒന്ന് ദ്വാരം തീരണം, വേറൊരു വഴിയുമില്ല, ഞങ്ങൾ എല്ലാ അടവും പയറ്റി നോക്കി എന്ന് പറഞ്ഞു. ഇയാൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല. പക്ഷേ അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഇയാളെ മുന്നിൽ സ്വർണത്തിന്റെ കെട്ട് അങ്ങോട്ട് കൊണ്ടുവച്ചു കൊടുത്ത്, പണത്തിന്റെ കെട്ട് അങ്ങോട്ട് കൊണ്ടുവച്ചു കൊടുത്തപ്പോ അയാൾ അതിൽ ലയിച്ചു പോയി. ദുന്യാവിന്റെ പണ്ഡിതനായിരുന്നു, ആഖിറത്തിനെ പേടിക്കുന്ന പണ്ഡിതനല്ല. ആ സമയത്ത് മൂസാ നബിക്കെതിരെ ദുആ ചെയ്തു എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് മൊഴിയാൻ നോക്കി വന്നത് നേരെ മറിച്ച് അയാളെ നശിപ്പിക്കണമെന്നാണ് തൊടയെന്ന് പുറത്തു വന്നത്. അല്ലാഹു തആല പറയുന്നു, ബൽആം അവനെ പറ്റി ഖുർആൻ പറഞ്ഞത് ഫമസലുഹു കമസലിൽ കൽബീന,
അവന്റെ ഉപമ പട്ടിയെ പോലെയായിപ്പോയി. പട്ടിയെ പോലെയാ. പട്ടിക്ക് വല്ല വ്യത്യാസമുണ്ടോ? ഒരു ദിവസം നല്ല അർത്ഥ കോഴി കൊണ്ടുവച്ച് പൊരിച്ചിട്ട് സ്റ്റീലിന്റെ തളികை കൊണ്ടുവച്ച് കൊടുത്താൽ അത് സാപ്പിടും. പിറ്റേ ദിവസം അങ്ങാടിയിൽ എവിടെയെങ്കിലും ചത്ത് കിടക്കുന്നൊരു കോഴിയെ കൊണ്ടുവന്നിട്ട് അത് വെച്ച് കൊടുത്താൽ അത് സാപ്പിടും. പട്ടിക്ക് യാതൊരു വ്യത്യാസമില്ല, അർത്ഥവും ചത്തതുമായിട്ട്. അതുപോലെ രാത്രി സമയത്ത് നല്ല കടിക്കുന്ന നായി ഉള്ള സ്ഥലത്തേക്ക് ഒരു ദിവസം കള്ളൻ കടന്നു വന്നപ്പോ കള്ളനെ കടിച്ച് പിടിച്ചിട്ട് യജമാന്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. നല്ല നായ തന്നെ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ അടുത്ത വീട്ടുകാരന് നല്ലൊരു വയസ്സായ മനുഷ്യനുണ്ട്. അയാൾ തഹജ്ജുദ് നിസ്കരിച്ച് മെല്ലെ ഇങ്ങനെ രാത്രി സമയത്തേക്ക് ഇങ്ങോട്ട് വരിക. അവിടെ എന്തോ ഒരാൾക്ക് പനിയുണ്ട് എന്ന് കേട്ടപ്പോ രോഗം കാണാൻ നായി പോയിട്ട് അയാളെയും കടിച്ചു. നായിക്ക് എന്താ വ്യത്യാസം? തഹജ്ജുദ് നിസ്കരിക്കുന്നവനും കള്ളനുമായിട്ട് വ്യത്യാസമുണ്ടോ? ഇല്ല. അതാണ് നായന്റെ സ്വഭാവമായി പോയി ഇയാള്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് എതിരായിട്ട് ദ്വാരന്നോട്ട് പോകും. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, അങ്ങനെ ഞാൻ പറയട്ടെ, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ നോക്കി അല്ലാഹു തആല അല്ലാഹു തആല രക്ഷപ്പെടുത്തി. അങ്ങനെ കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ പേരിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും എല്ലാം ശത്രുക്കൾ എല്ലാ അടവുകളും പ്രയോഗിച്ചിട്ടുണ്ട്. 4 ഖുലഫാഇന്റെ പേരിൽ പറയേണ്ടതില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കെതിരിൽ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നു. സകാത്ത് കൊടുക്കൂല, നിനക്കതിന് അധികാരമില്ല എന്നും പറഞ്ഞിട്ട് രംഗത്ത് വന്നു. രണ്ടാമത്തെ കൂട്ടര് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ കൊന്നു കളഞ്ഞു. എതിർത്തിട്ട് നാക്കി കൊന്ന് അവസാനം സുബഹി നിസ്കരിക്കാൻ വന്ന സമയത്ത് കടാരി കൊണ്ട് കുത്തിയിട്ട് കുടല് പുറത്താക്കിയിട്ട് കൊന്നില്ലേ. മൂന്നാമതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ലെറ്റർ പേഡും പെന്നും എടുത്ത് സീലും എടുത്തിട്ട് കള്ളക്കത്ത് എഴുതി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എഴുതുന്നത് പോലെ ഒരു കള്ളക്കത്ത് എഴുതി കൂഫയിലേക്ക് അയച്ച ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ആ കള്ളക്കത്ത് കിട്ടിയ സമയത്ത് അവിടെയുള്ള ജനങ്ങളെല്ലാം കൂടി ഇളകി പുറപ്പെട്ട് ഇനി ഇങ്ങനത്തെ ഉസ്മാനെ നമുക്ക് വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ വന്ന സമയത്ത് അവിടുന്ന് ചോദിച്ചത്, ഓ ജനങ്ങളെ, നിങ്ങൾ എന്തിനാണ് എന്നെ വലയുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ഞാൻ എന്താണ് ഇവിടെ ചെയ്ത തെറ്റ്? മദീന മുനപ്പുറയില് ആദ്യം ചെറിയ പള്ളിയായിരുന്നു ഉണ്ടായത്. ഈ പള്ളി ആരെങ്കിലും വലുതാക്കുകയും ഉറപ്പുകൂട്ടുകയും ചെയ്താൽ അവന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് മദീനത്തെ പള്ളി അതാ പൊളിച്ച് അതിന് നല്ല മാർബിളും കല്ലുമെല്ലാം വെച്ച് പള്ളി ഉണ്ടാക്കുകയും വിശാലപ്പെടുത്തുകയും ചെയ്തത് ഞാനാണ്. ഇത് തെറ്റാണോ ജനങ്ങളെ? ഇതൊരിക്കലും തെറ്റല്ലല്ലോ. രണ്ടാമത് ബീറു റോമ എന്ന് പറയുന്ന ഒരു കിണറ്, മദീനയിലെ ഒരു കിണറുണ്ട്. അത് ജൂതന്മാരുടെ കിണറായിരുന്നു. ആ കിണർ ആ കാലഘട്ടത്തിലെ 90,000 ദിർഹം കൊടുത്ത് വിലക്ക് വാങ്ങി പൊതുജനങ്ങൾക്ക് കുടിക്കാൻ വഖഫ് ചെയ്യാൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ ഞാനാണത് ചെയ്തിട്ടുള്ളത്. ഇത് തെറ്റാണോ? ഒരിക്കലും ഇത് തെറ്റല്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലുന്നത്? അതുപോലെ ജയ്ഷുൽ ഉസ്റത്ത് എന്ന് പറയുന്ന യുദ്ധത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ഒട്ടകത്തെ ചോദിച്ചപ്പോൾ 100 ഒട്ടകത്തെയും അതിന്റെ സാമഗ്രികളെയും കൊടുത്തു. രണ്ടാമത് 100 ഒട്ടകത്തെയും അതിന്റെ സാമഗ്രികളും കൊടുത്തു. പിന്നെയും റസൂലുള്ളാഹി ചോദിച്ചത് മുഴുവനും കൊടുത്തു. ഇതല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ ഇവര് ചോദിക്കുന്നു, ഉസ്മാനെ, ഈ കാണുന്ന ലെറ്റർ പേഡ് ആരുടേതാണ്? അവര് പറഞ്ഞു, ഇത് എന്റെ ലെറ്റർ പേഡാണ്. ഈ ലെറ്റർ പേഡിൽ വെച്ച സീല് ആരുടേതാണ്? ഇത് എന്റെ സീലാണ്. ഈ കത്ത് എഴുതിയതാരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയുന്നു, ഞാനല്ല, ഞാൻ അറിയുകയില്ല. എന്റെ ലെറ്റർ പേഡും സീലും കട്ടുകൊണ്ട് കള്ളത്തരത്തിൽ കത്തെഴുതിയതാണ് എന്ന് പറഞ്ഞെങ്കിലും ഈ ശത്രുക്കൾ സഹോദരങ്ങളെ വിട്ടില്ല കേട്ടോ. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊലപ്പെടുത്തി കളഞ്ഞില്ലേ? അതിനുശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയും ഈ പറയുന്ന മുനാഫിക്കുകൾ പിന്നെയും കൂടി ചേർന്ന് നിന്ന് അവരും തന്ത്രങ്ങൾ മെനഞ്ഞില്ലേ?
ഇങ്ങനെ ചരിത്രങ്ങൾ പരിധി നോക്കിയാൽ അത് തന്നെ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ അവിടുത്തെ വീട്ടിൽ നിന്നും എഴുന്നേറ്റ് പുറത്തുള്ള പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കാൻ പോകുമ്പോൾ ആരാണ്? ഇമാമുൽ ആദം അബൂ ഹനീഫ. ലോകത്ത് ഏറ്റവും വലിയ മുഖല്ലിദീകളുള്ള ഇമാമാണ് ഇമാമുൽ ആദം. ആ ഇമാമുൽ ആദമിന്റെ മുമ്പിലേക്ക് ഒരു പെണ്ണിനെയും കൊണ്ട് വന്നിട്ട് പറയുന്നു, വലിയ ഇമാമായിട്ട് എന്നെ വ്യഭിചരിക്കാൻ വരുന്ന മനുഷ്യരാണ് ഇയാള്, സാധാരണ എന്നെ വ്യഭിചരിക്കാൻ വരുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫ തങ്ങളെ പരിഹസിക്കാൻ അവർ നോക്കിയില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടായത്. പക്ഷേ അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തി. ഈ പറയുന്നത് കളവാണെന്ന് ബോധ്യപ്പെട്ടു വന്നു. അങ്ങനെ എത്ര അല്ലാഹുവിന്റെ റസൂലിന്റെ എഴുത്തുകാരെ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹിക്ക് വഹി ഇറങ്ങുന്ന സമയത്ത് ഈ വഹി ഇങ്ങനെ എഴുതി വെക്കും, അവിടുന്ന് പറയുന്ന വാക്കുകളൊക്കെ എഴുതി വെക്കും. അതിന് പലരെയും നിശ്ചയിച്ചിരുന്നു. ആ കൂട്ടത്തിൽ കുറച്ച് ദിവസം ഒരു മുനാഫിക്കായ മനുഷ്യനെയും നിശ്ചയിച്ചു. അവൻ മുനാഫിക്കാണ്, നേരത്തെ നസ്രാനിയാണ്, അവൻ ഇസ്ലാമായി അഭിനയിച്ചു വന്നു. അവൻ മുനാഫിക്കാണ്, പക്ഷേ അവനെയും ഈ എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചു, കുറഞ്ഞ സമയം ഏൽപ്പിച്ചു. പിന്നെ അവൻ രണ്ടാമതും നസ്രാനിയായി മാറി, പരസ്യമായി തന്നെ. എന്നിട്ട് അവൻ പറയുന്നത് എന്താണുള്ളത്? ലൈസ ഇൻദ മുഹമ്മദിൻ ഇല്ലാ മാ കതബ്തു ലഹു. മുഹമ്മദിന്റെ കയ്യിൽ ഞാൻ എഴുതി കൊടുത്ത അല്ലാത്തൊന്നുമില്ല എന്നാണ് ഇപ്പം പറയുന്നത്. റസൂലുള്ളാഹിന്റെ എഴുത്തുകാരനായിട്ട് കുറച്ചാൽ നിന്നോയി പറയും, ഞാൻ എന്തൊക്കെ എഴുതി കൊടുത്തു അതാണ് മുഹമ്മദ് പറയുന്നത്. അള്ളാന്റെ കലാമിനെ പറ്റി ഇപ്പം പറയാ ഇവൻ എഴുതി കൊടുത്തതാണ്. അങ്ങനെ എപ്പോഴേയും മുനാഫിക്കുകളുടെ പ്രവർത്തനം ഏത് കാലവും ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടത്തോട് എതിർപ്പ് ശക്തിയായി അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, തമന്നാ ഉനാസുൻ അൻ നമൂത ഫഇന്നമുത് ഫദാക സബീലുൻ ലസ്തു ഫീഹി ബിഔഹദി. ആരാണ് സഹോദരങ്ങളെ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആരാണ്? ലോക പ്രശസ്തരായ പണ്ഡിതരല്ലേ? ഇൽമു ഖുറൈശിൻ യംലഉ തിബാഖൽ ഇൽമാ. ഖുറൈശികളിൽപ്പെട്ട ഒരു ആലിമ്, അവര് ലോകമൊട്ടാകെ ഇൽമിനെ നടക്കും എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ് സൂചിപ്പിച്ച ആൾ ഇമാം ഷാഫിഈയാണ് കേട്ടോ. അങ്ങനത്തെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ആരോപണങ്ങൾ പറഞ്ഞ് അവസാനം അവർ കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നു. ആ സമയത്ത് അവിടുന്ന് പറഞ്ഞതാണ്, തമന്നാ ഉനാസുൻ അന്നമൂത ഫഇന്നമുത് ഫദാക സബീലുൻ ലസ്തു ഫീഹി ബിഔഹദി. ചില ആളുകൾക്ക് ആഗ്രഹം, ഞാൻ ഇവിടുന്ന് അങ്ങ് മരിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. എന്നാൽ അവരോട് പറയാനുള്ളത്, ഈ മരണമെന്നത് എനിക്ക് മാത്രമുള്ളതല്ലല്ലോ. ഇവിടെ കഴിഞ്ഞു പോയവരൊക്കെ മരിച്ചിട്ടുണ്ട്, ഇനി വരാനിരിക്കുന്നവരും മരിക്കും, അതിൽ ഞാൻ ഒറ്റക്കല്ല, അതുകൊണ്ട് എനിക്കതിൽ പേടിയില്ല എന്ന് പറഞ്ഞിട്ട് തുടർന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനങ്ങ് മരിച്ചു പോയാലും എന്നെ പോലത്തെ 100 ഷാഫിഈകളെ